ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഇന്ന് പറയാൻ പോവാണ്. അതായത് നമ്മളത് എയർപോർട്ടിലെത്തി. രാവിലെ നോക്കിയപ്പം ചെന്നൈ ഫ്ലൈറ്റ്, അതായത് ട്രിവാൻഡ്രം ഫ്ലൈറ്റ് എന്തായാലും കിട്ടില്ല. ചെന്നൈ ഫ്ലൈറ്റിന് കയറി അവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഡൊമസ്റ്റിക് എടുക്കാനാണ് പ്ലാൻ. പക്ഷേ 2 ഫ്ലൈറ്റും രാവിലെ നോക്കിയപ്പം ചെന്നൈ ഫ്ലൈറ്റ് ഈ ഒരു 9 o'clock ഫ്ലൈറ്റിന് അവൈലബിലിറ്റി കുറച്ചുണ്ടായിരുന്നു. പക്ഷേ ഈവനിങ് ആയപ്പോൾ വീണ്ടും അത് ഭയങ്കര ടൈറ്റായി. അറിയില്ല എന്നാ സംഭവിക്കുമെന്ന്. എൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. കാരണം എന്തായാലും എനിക്ക് ട്രിവാൻഡ്രം പോകേണ്ട ഒരു അർജൻറ്റായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെൻഡിങ് വെക്കാനും പറ്റില്ല. അങ്ങനെ അതെ. ഹേ ഓൾ, നമ്മളിപ്പം ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തില്ല അല്ലേ? ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തു. നമ്മളിപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. 8 o'clock ആകുമ്പോൾ നമുക്കറിയാം കൺഫേം ആണോ അല്ലയോ എന്ന്. ആയിട്ടില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോവാം, ആയിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിശക്കും നന്നായിട്ട്. കുഞ്ഞിപ്പെണ്ണ് ഞാനൊരു നോർമൽ ഡ്രസ്സായിട്ട് കൊടുത്തിട്ടില്ല. കൺഫേം ആയി കഴിഞ്ഞ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ നോർമൽ ഒരു ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. കൺഫേം ആയാൽ സ്വെറ്റർ ഇടണം. ഓക്കെ, ഏട്ടൻ നേരെ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. നമ്മളെ ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്, അജിഷേട്ടൻ, നമ്മളെ കൂടെ പണ്ടുണ്ടായ അജിഷേട്ടൻ. എന്നെയും കുഞ്ഞിപ്പെണ്ണിനെയും എയർപോർട്ടിലാക്കിയിട്ട് അജിഷേട്ടൻ പോയി. ഏട്ടൻ ഇവിടെ ഉണ്ട്, യൂണിഫോമിലുള്ളത്. ടെൻഷൻ ഉണ്ടോ ചോദിച്ചാൽ ടെൻഷനുണ്ട്. ഏട്ടന് ടെൻഷനുണ്ടോ? ഏട്ടന് നമ്മൾ പോകണ്ടെന്നാണ്. പക്ഷെ എനിക്ക് പോയിട്ട് യൂസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പം അറിയില്ല, പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഒരു ഭാഗ്യം തുണച്ചാൽ പോവാം അല്ലേ? അല്ലേട്ടാ, നിങ്ങളൊന്നും ഉണ്ടാത്തേ? ഫുഡ് ഓർഡർ ചെയ്യേണ്ട. ശരി, ഓക്കെ. അപ്പം നമ്മൾ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടുണ്ട് എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത്. ചെക്ക് ചെയ്യുന്തോറും ടെൻഷൻ കൂടി വരുവാണ്. കാരണം അതിൻ്റെ ചാൻസ് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കിട്ടുന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏട്ടന് ഏകദേശം ഉറപ്പായി കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഏട്ടൻ എനിക്ക് വലിയ ഹോപ്പൊന്നും തരുന്നില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അലമ്പാക്കലേ. കുഞ്ഞിപ്പെണ്ണ് സോക്സ് ഊരിയിട്ട്, കുഞ്ഞിപ്പെണ്ണ് സോക്സ് അലർജിയാണ്, അത് ഇടൂല. എപ്പോഴും ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഞ്ഞിപ്പെണ്ണത് ഊരി. നമ്മൾ ഫുഡ് കഴിക്കാൻ താഴേക്ക് പോവാണ്, താഴത്തെ ഫ്ലോറിലേക്ക് പോവാണ്. കാരണം ഇപ്പോൾ സമയം ഏകദേശം 7:05 8 മണിയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. കൺഫേം ആയാലും അപ്പം പറയും. ഏട്ടൻ എന്നെ നോക്കി ചിരിക്കുന്നു. എന്താ പറയൂ? ശശിയാവൽ നമ്പർ 2. ശശി നമ്പർ 2. പക്ഷെ ഏട്ടൻ പറയുന്നത് കിട്ടുന്നതാണ്. പക്ഷെ അജിഷേട്ടൻ പറഞ്ഞു കിട്ടൂലെന്ന്. ഇപ്പൊ നിങ്ങൾ രാവിലെ അറിയില്ല. എനിവേസ് കാണാം. നമ്മളങ്ങനെ ക്യാരി ഫോറിന് ഫുഡ് കഴിച്ച് എടുത്തേക്ക് പോകുന്നതാണ്. എടുത്തേക്ക് പോകുന്നേട്ടാ, എടുത്തേക്ക് പോകുന്ന നമ്മള് കൺഫേം ആയോ നോക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാച്ചർ സൈഡിലേക്ക് പോവുകയാണ്. ചാൻസ് ഇല്ല, ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ 7:33 കയറി. അയ്യോയ്യോ, ഇതേ ഞങ്ങൾ അറ്റ്ലാസ് ഫ്ലൈറ്റിൽ കയറി. ഇൻ ബിറ്റ്വീൻ പല ബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഡിപ്പാർച്ചർ സൈഡിലേക്ക് പോയപ്പോൾ അവരെൻ്റെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഓടി അങ്ങോട്ടേക്ക്. എന്നിട്ട് അവർ പറഞ്ഞു ടിക്കറ്റ് കൺഫേം ആണ്. ദൈവത്തിൻ്റെ ഒരു ഇത് എന്നൊക്കെ പറയാം. ആ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയത്. കാരണം ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1% ഹോപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചാട്ടാപ്പെടാ. ഏട്ടനോട് ജസ്റ്റ് ഒന്ന് ചാട്ടാ പറഞ്ഞ വേഗം ഇവളെയും കൊണ്ട്. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. കാരണം ഒരു മെട്രോ കയറാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, പിന്നെ ഒരു ലിഫ്റ്റ് ഇറങ്ങാനുണ്ട്, എന്നിട്ടും കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം എൻ്റെ കയ്യിൽ ബാഗുണ്ട്, കുഞ്ഞിപ്പെണ്ണുണ്ട്, ഒരു ബാക്ക് ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ ഈ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നത് 2 മണിക്കാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നത് ചെന്നൈയിൽ. ചെന്നൈയിൽ നിന്ന് എനിക്ക് 4:30 ഫ്ലൈറ്റാണ് ട്രിവാൻഡ്രത്തേക്കുള്ള ഡൊമസ്റ്റിക്. അപ്പോൾ ഏട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് പോകണമെന്ന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഡേ വലിയ ബാഗായിരുന്നു ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നത്.
സെക്കൻഡ് ഡേ ആ പെട്ടെന്ന് പോകാൻ വേണ്ടി ഞാൻ ആ ട്രോളി വലിയ ട്രോളി മാറ്റി ചെറിയൊരു ട്രോളിയാക്കി അത് ഹാൻഡ് ക്യാരി എന്നുള്ള രീതിയിൽ ലഗേജൊക്കെ കുറച്ചാണ് കൊണ്ടുപോയത്. കാരണം നമ്മളവിടെ ഇറങ്ങി ഇതെടുക്കാൻ പോകുമ്പം ലേറ്റ് ആവണ്ട എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് പൊക്കോ എന്നുള്ള രീതിയിൽ. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഇവരുടെ എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ് ആ ഒരു കണക്ഷൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണത്. നമ്മളിങ്ങനെ ക്യൂ നിന്ന് കയറുമ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓവർലോഡാണ്, ഫ്ലൈറ്റ് ഓൾറെഡി ഫുള്ളായത് കാരണം ഈ ട്രോളി എടുത്തവരെ ട്രോളിയൊക്കെ ഇവർ ലഗേജിലേക്ക് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകും. അതായത് ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുന്നിടത്ത് നിന്ന് എൻ്റെ ട്രോളിയും എടുത്തു. ഞാൻ അയാളോട് കുറേ പറഞ്ഞു കേട്ടോ, എനിക്കിങ്ങനെ 4:30 ഫ്ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കയ്യിൽ. പക്ഷെ അവർ കേട്ടില്ല. എന്നിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചു. അപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനെ എടുക്കുന്നുമില്ല, കാരണം ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെന്നൈയിൽ രാവിലെ എത്തിയത് 2 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് എത്തിയത് 2:30 ആയിപ്പോയി. അങ്ങനെ 2:30 ആയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങി പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ലഗേജ് എടുക്കാൻ വരുമ്പോഴൊക്കെ എന്താ സംഭവിച്ചത്, ലഗേജ് ഇതാ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അടുത്ത അനൗൺസ്മെൻറ്റ് ബെൽറ്റിൽ വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ എൻ്റെ സിമ്മും എനിക്ക് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയിട്ടേ ഇല്ല, അതുകൊണ്ട് എനിക്ക് സിമ്മ് വരെ മാറ്റിയിടാൻ പറ്റിയിട്ടില്ല, നാട്ടിലെ സിമ്മ്. അങ്ങനെ ആകെ പെട്ടു. എന്നിട്ട് ലാസ്റ്റ് ചെന്നൈ എത്തി സിമ്മ് മാറ്റിയിട്ടപ്പോൾ ഉണ്ട് ഏട്ടൻ വിളിക്കുന്നു. ഏട്ടൻ വിളിച്ചപ്പം ഏട്ടനപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് നീ ലഗേജ് എടുക്കണ്ട, നീ പെട്ടെന്ന് പോ, ഫ്ലൈറ്റ് മിസ്സാവും അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ലഗേജ് അവിടെ വെച്ചിട്ട്, ലഗേജ് വന്നില്ല, ബെൽറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ബെൽറ്റ്, പക്ഷേ എൻ്റെ ലഗേജ് വരുന്നൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞു നീ പോ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഡൊമസ്റ്റിക് സൈഡിലേക്ക് പെട്ടെന്ന് ഇവളെയും കൊണ്ട് നന്നായി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇവളുണ്ട് കയ്യിൽ, പിന്നെ ആകെ ടയേർഡായി, ഓടാനും പറ്റുന്നില്ല. അങ്ങനെ എത്തിയപ്പം ഇൻഡിഗോ ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഇത് ക്ലോസ് ചെയ്തു, ഇനിയിപ്പം പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളൊരു മലയാളി സ്റ്റാഫായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് കുറച്ച് എന്താ പറയുക, അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് നോക്കാം, 11:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിന് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ വീണ്ടും പിന്നെ എന്താ പറയുക 11:30 ഫ്ലൈറ്റിന് ഇപ്പം സമയം എത്രയായിട്ടു, 4:30 എങ്ങാനേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അത്ര നേരം വെയിറ്റ് ചെയ്തു അവിടെ. കുഞ്ഞിപ്പെണ്ണാണ് ഫുൾ അലമ്പ ആ സമയത്ത്, കുഞ്ഞിപ്പെണ്ണിന് വിശക്കുന്നു, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ലാസ്റ്റ് അവിടെ മറ്റേ ഫീഡിങ് റൂം ഉണ്ടല്ലോ, ഒരു ഇഗ്ലൂ പോലെ ഹിമാലയൻ്റെ, അവിടെ ചെന്ന് ഇവിടെ ഫീഡ് ചെയ്ത് ഇവിടെ ഉറക്കി. ഞാനും അവിടെ സൈഡിൽ കിടന്നു കുറച്ച് നേരം ഉറങ്ങി. കുറേ സ്ഥലമൊന്നുമില്ല കേട്ടോ അവിടെ കിടക്കാൻ, ചെറിയൊരു നമ്മളെ ട്രെയിനിൻ്റെ സീറ്റ് പോലുള്ള ചെറിയ സീറ്റാണ്. എനിക്ക് കുറച്ച് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് സങ്കടമായിരുന്നു കേട്ടോ, എല്ലാം ആലോചിച്ചിട്ട് ഇങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തല്ലോ എന്ന് ആലോചിച്ച്. പിന്നെ എഴുന്നേറ്റ് പിന്നെ അടുത്ത ഈ ഫ്ലൈറ്റിന് കയറി. രാവിലെ 6 മണിക്ക് ട്രിവാൻഡ്രം എത്തേണ്ട ഞാൻ എത്തിയത് ഉച്ചക്ക് 1 മണിക്ക്. അങ്ങനെ അവിടുന്ന് നേരെ എൻ്റെ ചേച്ചി അവിടെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഗൈസ് എൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും. ഞാനിതാ ഇപ്പം ട്രിവാൻഡ്രം എത്തി. ആക്ച്വലി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, വോയിസ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഫുൾ തിരക്കായിപ്പോയി, ഒരു ഹെക്റ്റിക്കായിട്ടുള്ളൊരു ട്രാവലായിപ്പോയി, ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം വന്നതിൻ്റെ കാര്യം ഡേ 1 കാര്യം ചെയ്തു. എന്നിട്ടിപ്പം എനിക്കൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയിരിക്കണം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അതിന് ശേഷം വീണ്ടും ലുലു മോളിലൊക്കെ പോയി വീണ്ടും കുറച്ച് ഫുഡൊക്കെ കഴിച്ചത് ചേച്ചീൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു യാത്രാനുഭവം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. അങ്ങനെ ഇതാ ഞാനൊരു ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേച്ചീനെ മീറ്റ് ചെയ്തു. അവളുടെ അടുത്ത് കുഞ്ഞ് സേഫായിരുന്നു. പിന്നെ നമ്മൾ നേരെ ലുലു മോളിൽ പോയി ഫുഡൊക്കെ വീണ്ടും കഴിച്ച് ഒന്ന് ഫ്രഷായി പിന്നെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.